ടി സാൻജോ 1927 പന്തക്കുസ്ത ദിനത്തിൽ അരൂപിയിൽ പ്രത്യേക വരദാനം എന്ന പോലെ ഭരണങ്ങാനം ക്ലാരാമഠത്തിൽ അൽഫോൻസാമ്മ ചേർന്നു. 1928 ആഗസ്റ്റ് 2 ശിരോവസ്ത്രം സ്വീകരിച്ച അന്നക്കുട്ടി വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ നാമത്തെ ആശ്രയിച്ച് അൽഫോൻസ എന്ന പേര് സ്വീകരിച്ചു. 1929 മെയ് മാസത്തിൽ മലയാളം ഹയറിന് പഠിക്കാനായി വാഴപ്പള്ളി MN സ്കൂളിൽ എത്തിച്ചേർന്ന അൽഫോൻസാമ്മ താമസിച്ചിരുന്നത് നമ്മുടെ വിദ്യാലയത്തിന് സമീപമുള്ള ഈ മഠത്തിലായിരുന്നു. ആ മുറി ഇന്നും ഒരു സ്മാരകമായി സൂക്ഷിച്ചു വരുന്നു. ശിരോവസ്ത്രം അണിഞ്ഞെങ്കിലും അൽഫോൻസ എന്ന സുന്ദരിയായ സന്യാസിനിയുടെ പുറകെ വിവാഹ ആലോചനകളുമായി പല കുബേരന്മാരും കുടുംബാംഗങ്ങളും എത്തിച്ചേർന്നു. അവരോടെല്ലാം അന്നക്കുട്ടി പറഞ്ഞിരുന്നത് ഇപ്രകാരമായി: ഞാൻ ഒരാളെ എന്റെ മണവാളിനെ നേരത്തെ നിശ്ചയിച്ചു കഴിഞ്ഞു. വാക്കു വ്യത്യാസം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. കളപ്പയിൽ കൈവച്ച് പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരുവനും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന ക്രിസ്തുവചനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കർമ്മയോഗിണിയായിരുന്നു അന്നക്കുട്ടി എന്ന അൽഫോൻസാമ്മ. നമുക്കും അൽഫോൻസാമ്മയെ പോലെ ക്രിസ്തുവചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം.